സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആഗോളതലത്തിൽ ഏറ്റവും മികച്ച 100 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സൗദി അറേബ്യയിലെ മദീന ഇടം നേടി. യൂറോ മോണിറ്റർ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 മികച്ച 100 ലക്ഷ്യസ്ഥാന സൂചികയിൽ 88 സ്ഥാനത്താണ് മദീന. സൗദി അറേബ്യയുടെ ടൂറിസം മേഖലയിൽ നഗരത്തെ മുൻനിരയിലെത്തിക്കുന്നതാണ് ഈ അംഗീകാരം. ആഗോള വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ മദീനയുടെ ആകർഷണീയതയ്ക്ക് അടിവരയിടുന്നതാണ് പുതിയ സ്ഥാനം. സൗദി നഗരങ്ങളിൽ 1-ാം സ്ഥാനവും ഗൾഫ് മേഖലയിൽ 5-ാം സ്ഥാനവും അറബ് ലോകത്ത് 6-ാമതും മധ്യ പൗരസ്ത്യ ദേശത്ത് 7-ാം സ്ഥാനവുമാണ് മദീനയ്ക്ക്. 55 സൂചകങ്ങൾ ഉൾക്കൊള്ളുന്ന 6 പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ്. ടൂറിസം അന്തരീക്ഷം പരിപോഷിപ്പിക്കുന്നതിനുള്ള നഗരത്തിന്റെ സമഗ്രമായ സമീപനത്തെ ഈ അളവുകോലുകൾ എടുത്തുകാണിക്കുന്നു. മദീനയുടെ ടൂറിസം മേഖലയെയും സന്ദർശക അനുഭവങ്ങളെയും മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്നതിനുമുള്ള തന്ത്രപരമായ ശ്രമങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ അംഗീകാരം. ഇന്ത്യൻ എംബസി സ്പെഷ്യൽ കോൺസുലർ ക്യാമ്പ് 13-ന് അൽഖോർ സീഷോർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് ഓഫീസിൽ വെച്ച് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. രാവിലെ 9 മുതൽ 11 വരെയാണ് ക്യാമ്പ്. പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ, PCC, മറ്റ് എംബസി സേവനങ്ങൾ എന്നിവ ക്യാമ്പിൽ ലഭ്യമാകും. അൽഖോറിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ജോലി ദിവസങ്ങളിൽ ദോഹയിൽ വന്ന് രേഖകൾ ശരിയാക്കാൻ പ്രയാസം നേരിടുന്നത് പരിഗണിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് എംബസിയിലെ കീഴിലെ ICBF ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പിൽ എത്തുന്നവർ ആവശ്യമായ രേഖകളുടെ ഒറിജിനലും പകർപ്പുകളും കൊണ്ടുവരണം. ഓൺലൈൻ അപേക്ഷാ ഫോറം പൂരിപ്പിക്കാൻ രാവിലെ 8 മുതൽ സൗകര്യമുണ്ടാകും. ക്യാഷ് പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കൂ. കോൺസുലർ ക്യാമ്പിൽ ICBF ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനും സൗകര്യമുണ്ടാകുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പൊതുമാപ്പ് സേവനങ്ങൾ തേടുന്ന കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ആശ്വാസകരമായ അനുഭവം നൽകുന്നതിനായി ദുബൈയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അൽ അവീറിലെ പൊതുമാപ്പ് ടെന്റിൽ കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലം തുറന്നു. കുട്ടികൾക്ക് വിദ്യാഭ്യാസപരവും വിനോദപരവുമായ അനുഭവങ്ങൾ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് കളിസ്ഥലം സജ്ജീകരിച്ചിരിക്കുന്നത്. കളിപ്പാട്ടങ്ങൾ, ചിത്രരചന, വായനാ സ്ഥലങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന കളിസ്ഥലം കുട്ടികൾക്ക് സുരക്ഷിതവും സുഖകരവുമായ അന്തരീക്ഷം ഒരുക്കുന്നു. മാതാപിതാക്കൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് കളിസ്ഥലത്ത് സുഖകരമായി ചെലവഴിക്കാം. കുടുംബങ്ങൾക്കും കുട്ടികൾക്കും മാനസികവും സാമൂഹികവുമായ സംതൃപ്തി നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പൊതുമാപ്പ് സേവനങ്ങൾ മാനുഷിക മൂല്യങ്ങൾ മുൻനിർത്തി നൽകുകയാണ് തങ്ങളുടെ ദൗത്യമെന്നും ഈ കുട്ടികളുടെ മേഖല പൊതുമാപ്പ് കേന്ദ്രത്തിന്റെ ഗുണപരമായ കൂട്ടിച്ചേർക്കലാണെന്നും അൽ അവീർ എമിഗ്രേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. രാജ്യത്ത് ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ റോഡുകളിലൂടെയും തെരുവുകളിലൂടെയും നടത്തുന്ന മാർച്ചുകളിൽ പങ്കെടുക്കുന്ന പ്രവാസികൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. അത്തരം പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവരെ കുവൈറ്റിൽ നിന്നും ഭരണപരമായ നാടുകടത്തലിന് വിധേയരാക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സിറിയയിൽ ബഷാറുൽ അസദ് ഭരണകൂടത്തെ പുറത്താക്കിയ വിമതസേനയുടെ നടപടികളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സിറിയക്കാർ പ്രകടനം നടത്തിയ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പെന്നാണ് സൂചന. സുരക്ഷാ പ്രശ്നങ്ങൾ, ഗതാഗതക്കുരുക്ക്, പൊതുമര്യാദയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ വെളിച്ചത്തിലാണ് ഈ നടപടിയെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നിർണായക നടപടികൾക്ക് കാരണമായേക്കാമെന്നും മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി, മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ അധികൃതർ അറിയിച്ചു. നാടുകടത്തൽ പോലുള്ള കർശന നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും രാജ്യത്തെ ക്രമസമാധാനവും നിയമപാലനവും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളുടെ ഭാഗമാണിതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പൊതുസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് പ്രവാസികളും താമസക്കാരും സുരക്ഷാ സേനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും പ്രാദേശിക നിയമങ്ങൾ പാലിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അനധികൃത ഒത്തുചേരലുകളിലോ പരിപാടികളിലോ പങ്കെടുക്കുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെ കുവൈറ്റ് നിയമങ്ങൾ പ്രവാസികൾ കർശനമായി പാലിച്ചിരിക്കണം. ഔദ്യോഗിക അംഗീകാരമില്ലാത്ത പൊതുജാഥകൾ ഗതാഗത തടസ്സത്തിന് കാരണമാകും എന്നതിനാൽ ഇതിൽ പങ്കെടുത്തവർക്കെതിരെ കനത്ത പിഴകൾ ചുമത്തുമെന്നും അധികൃതർ അറിയിച്ചു. അതിനിടെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ 119 വ്യക്തികളുടെ താമസ അഡ്രസ്സുകൾ ഔദ്യോഗിക സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്തതായി അധികൃതർ അറിയിച്ചു.
കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടതിനെ തുടർന്നോ താമസം മാറിയതായി കാണിച്ച് കെട്ടിട ഉടമകൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ ആണ് ഇത്രയേറെ പ്രവാസികളുടെ താമസവിലാസം നീക്കം ചെയ്തത്. ഇവരുടെ പട്ടിക കുവൈറ്റ് അൽയൗമിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപ്രകാരം അഡ്രസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടവർ തങ്ങളുടെ പുതിയ താമസ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കാൻ അറിയിപ്പ് തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഓഫീസുകളിൽ നേരിട്ട് എത്തണമെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ വാടക കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ സഹിതമാണ് ഓഫീസിൽ എത്തേണ്ടത്. നിശ്ചിത സമയത്തിനുള്ളിൽ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാത്തവരിൽ നിന്നും 100 കുവൈറ്റ് ദിനാർ വരെ പിഴ ഈടാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ എണ്ണം അനുസരിച്ച് പിഴയും വർദ്ധിക്കും. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റഷീദ് അൽ സയാനി 20ാമത് മനാമ ഡയലോഗ് ഫോറത്തിൽ പങ്കെടുക്കാനായി ബഹ്റൈനിലെത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനുമുള്ള വഴികളും പരിശോധിച്ചു. കൂടിക്കാഴ്ചയിൽ പ്രധാന പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികളെക്കുറിച്ചും മേഖലയിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള രാജ്യാന്തര ശ്രമങ്ങളും വിലയിരുത്തപ്പെട്ടു. മസ്കറ്റിൽ പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ്. സീബ് വിലായത്തിലെ അൽബർക്ക പാലസ് റൗണ്ട് അബൌട്ട് മുതൽ സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിൽ മനാഹ് വിലായത്തിലെ അൽസുമു കോട്ട വരെയുള്ള ഭാഗത്ത് ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ രാത്രി 8 വരെ പാർക്കിംഗ് നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലും ഈ സമയങ്ങളിൽ പാർക്കിംഗ് ചെയ്യരുതെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴകളിലെ 50% ഇളവ് പ്രയോജനപ്പെടുത്താൻ അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലെ പോലീസ് വാഹനമോടിക്കുന്നവരോട് ആഹ്വാനം ചെയ്തു. കസ്റ്റമർ ഹാപ്പി സെന്ററുകൾ വഴിയോ പോലീസ് സ്മാർട്ട് ഫോൺ ആപ്പ് ഉപയോഗിച്ചോ പിഴകൾ അടയ്ക്കാം. 53ാം ഈദുൽ ഇത്തിഹാദിൻ ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുതരമായ ലംഘനങ്ങൾ ഒഴികെയുള്ള നിയമലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കുന്നതിന് ആനുകൂല്യം അടുത്തിടെയാണ് അധികൃതർ പ്രഖ്യാപിച്ചത്. സമയപരിധി അവസാനിച്ചാൽ പിഴയുടെ മുഴുവൻ തുകയും അടയ്ക്കേണ്ടി വരുമെന്നും നിയമലംഘകരെ പോലീസ് ഓർമ്മിപ്പിച്ചു. പിഴകളിലുള്ള ഇളവിന് വ്യത്യസ്ത എമിറേറ്റുകളിൽ വ്യത്യസ്ത സമയപരിധിയാണ്. അജ്മാനിൽ ഈ വർഷം ഒക്ടോബർ 31 മുമ്പുള്ള നിയമലംഘനങ്ങളുടെ പിഴയ്ക്കാണ് 50% ഇളവ് പ്രഖ്യാപിച്ചത്. ഈ മാസം 15 വരെ ഇളവോടെ പിഴയൊടുക്കാം. റാസൽ ഖൈമ ഈ മാസം 1 മുമ്പുള്ള നിയമലംഘനങ്ങളുടെ പിഴയ്ക്കാണ് 50% ഇളവ് പ്രഖ്യാപിച്ചത്. ഈ മാസം 31 വരെ ഇളവോടെ പിഴ അടയ്ക്കാവുന്നതാണ്. ഉമ്മുൽ ഖുവൈൻ ഈ മാസം 1 മുമ്പുള്ള നിയമലംഘനങ്ങളുടെ പിഴയ്ക്കാണ് 50% ഇളവ് പ്രഖ്യാപിച്ചത്. 2025 ജനുവരി 5 വരെ ഇളവോടെയുള്ള പിഴ അടയ്ക്കാം. ഫുജൈറ ഈ മാസം 1 മുമ്പുള്ള നിയമലംഘനങ്ങളുടെ പിഴയ്ക്കാണ് 50% ഇളവ് പ്രഖ്യാപിച്ചത്. 2025 ജനുവരി 23 വരെ ഇളവോടെയുള്ള പിഴ അടയ്ക്കാവുന്നതാണ്. കുവൈറ്റിൽ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഒരുങ്ങുന്നു. വൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ധനമന്ത്രാലയം 2025 മുതൽ കോർപ്പറേറ്റ് ലാഭത്തിന് 15% നികുതി ഏർപ്പെടുത്തും.